ഹലോ ഗൈസ്, ഞങ്ങൾ രാവിലെ തന്നെ അതേ മനോരമ ഹോർത്തൂസ് കാണാനായിട്ട് ട്രെയിൻ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു ഫുൾ വീഡിയോ വ്ളോഗ് ചെയ്യുന്നത്. അതായത് ഒരു ഫുൾ ഡേ വ്ളോഗാണ്. നമ്മളും ഇങ്ങനൊരു ട്രിപ്പ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മനോരമ ഹോർത്തൂസിന് പോകണം എന്ന് വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവസാനം അതൊരു ഫാമിലി ട്രിപ്പായിട്ടൊരു 1 ഡേ ട്രിപ്പ് പോലെ ഞങ്ങളത് എൻജോയ് ചെയ്തെങ്കിൽ പോയിരുന്നു. രാവിലെ പരവൂർ സ്റ്റേഷനിൽ നിന്ന് വേണാട് എക്സ്പ്രസ്സിലാണ് കയറിയത്. എന്നിട്ട് ഞങ്ങൾ നേരെ എറണാകുളം നോർത്തിലിറങ്ങി. അവിടെ നിന്ന് മെട്രോ പിടിച്ചത് സൗത്തിൽ ചെന്നിട്ട് ഞങ്ങൾ എക്സിറ്റായി. പിന്നെ നമ്മൾ നടന്നാണ് ഹോർത്തൂസിൻ്റെ അവിടെ വരെ എത്തിയത്. നമ്മളിതിപ്പം എൻട്രി ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് കണ്ടോ, ഒരു അടിപൊളി ഒരു അരയന്നത്തിൻ്റെ ഒരു മാതൃകയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പഴയ മനോരമ ന്യൂസ് പേപ്പേഴ്സ് കൊണ്ടിട്ടാണ് കേട്ടോ ആ ഒരു എൻട്രൻസ് അവർ ചെയ്തിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഓൺലൈനായിട്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇവിടെ എൻട്രി കയറിയത്. പക്ഷേ നമ്മൾ വിചാരിച്ചു ഇവിടെ വരുമ്പം എന്തെങ്കിലും പ്രൈസോ ടിക്കറ്റ് എന്തെങ്കിലും ചോദിക്കായിരിക്കും. നമ്മളവിടെ എല്ലാം നോക്കിയായിരുന്നു, എന്തെങ്കിലും കൗണ്ടേഴ്സ് ഉണ്ടോ, നമുക്ക് എല്ലാവർക്കും എൻട്രൻസ് ഫ്രീ ആണോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് നടന്നു. സുഭാഷ് പാർക്കിൽ ഞാനതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പം സാധാരണ പോലെയുള്ളൊരു ദിവസമാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഹോർത്തൂസ് വേദിയായിട്ട് അലങ്കരിച്ചപ്പോഴത്തേക്കും ശരിക്കും വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഇങ്ങനെ ഓരോ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ഓരോ എഴുത്തുകാരുടെയും എല്ലാം അവിടെ ഇങ്ങനെ ഓരോ പോസ്റ്റേഴ്സ് പോലെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബഷീറും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു നമ്മളിങ്ങനെ നിന്ന്, എങ്ങോട്ട് പോകണം എന്നുള്ളത്. അപ്പോഴത്തേ നോക്കിയപ്പം ഇവിടെ ഒരു വലിയ ചാരികസേരയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കാൻ നേരം നിലപാട് തറ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേദി കണ്ടു. അതാണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന വേദി. അപ്പം ഞങ്ങൾ അവിടെ എന്താ പരിപാടി എന്നറിയാൻ വേണ്ടി മീഡിയയും ആൾക്കാരും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ചില ഈവൻറ്റ്സ് ഒക്കെ പെയ്ഡ് ആയിരുന്നല്ലോ. അപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഏതാണ് പെയ്ഡ് ഈവൻറ്റ്സ്, ഏതാണ് പെയ്ഡ് അല്ലാത്ത. കാരണം നമ്മൾ നോർമൽ ഫ്രീ രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് കയറിയത്. അല്ല, നമ്മൾ പ്രത്യേകിച്ച് ഈവൻസിനായിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ ഈ ഒരു വേദിയിൽ എന്തായിരിക്കും എന്നൊക്കെ നോക്കാനായിട്ട് എത്തി വലിഞ്ഞ് ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എത്തി വലിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഷാഫി പറമ്പിൽ സാറിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഫുൾ മീഡിയക്കാരും ആൾക്കാരൊക്കെ ആയിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ പുസ്തകശാലയിലേക്ക് പോയി. അപ്പോഴേക്കും പപ്പ പോയിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് ബിസിനസ്സിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് ശരിക്കും എറണാകുളത്തേക്ക് വരേണ്ടിയിരുന്നത്. അപ്പം പപ്പ അങ്ങോട്ടേക്ക് പോയി. കാരണം ഇന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ച് വരണമല്ലോ. അപ്പോൾ എല്ലാം നടക്കേണ്ടതുകൊണ്ട് ഞാനും അമ്മയും ചേച്ചിയും കൂടാണ് പുസ്തകശാലയിലേക്ക് പോയത്. ഏതൊരു പുസ്തക പ്രേമികൾക്കും പുസ്തകശാല അല്ലെങ്കിൽ ലൈബ്രറി അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് സ്റ്റോള് എവിടെയെങ്കിലുമൊക്കെ ബുക്സ് റിലേറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ കൺഫ്യൂഷൻ ആവും. നമ്മളും കൺഫ്യൂഷനായിട്ട് ഏകദേശം 1 മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് 3 ബുക്സും എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഓരോ സ്റ്റോളുകളിൽ കയറി ഇറങ്ങി. ഇവിടെ മീ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോളാണ് ഇവിടെ ഇപ്പം കാണിക്കുന്നത്. ഇത് ഫാബ്രിക്സ് വെച്ചിട്ടുള്ള ഓരോ ബാഗ്, പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളവിടെ നിന്നും വാങ്ങിയില്ല. പിന്നെ ഇത് ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കട. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നതെന്ന് അറിയോ? ബുക്ക് മാർക്സ്, ഡയറി, പ്ലാനേഴ്സ്, കാലണ്ടർ എല്ലാം ഭയങ്കര ക്യൂട്ട്. പക്ഷെ നല്ല വിലയായിരുന്നു. അതുകൊണ്ട് 40 രൂപേൻ്റെ ഒരു ബുക്ക് മാർക്ക് മാത്രമേ നമ്മൾ വാങ്ങിച്ചുള്ളൂ. പിന്നെ നമ്മൾ വേറൊരു സ്റ്റോളിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇത് ഓർണമെൻറ്റ്സ് ഒക്കെ വിൽക്കുന്ന ടൈപ്പ് സ്റ്റോളാണ്. അതും ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങുന്ന മെറ്റീരിയൽ അല്ല. കുറേ മെറ്റൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ഈസ്തെറ്റിക് ആൻഡ് വിൻറ്റേജ് ആയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ആയിരുന്നു. പിന്നെ നമ്മൾ പാലൈ എന്ന് പറയുന്ന വേദിയിലേക്ക് പോയി. ആദ്യം നിലപാട് തറ കണ്ടതുപോലെ രണ്ടാമത്തെ വേദിയുടെ പേരായിരുന്നു പാലൈ. നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി, സൗണ്ട് കേട്ടപ്പോൾ ഇവിടെ റോഷൻ ചേട്ടനാണ് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ റോഷൻ ചേട്ടൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ എല്ലാത്തിൻ്റെയും കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തു. സെൽഫി എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി പോകുന്ന വഴിയിലെല്ലാം ഭയങ്കര തിരക്ക്. അതിൻ്റെ കൂടെ വേദിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ വന്ന് പൊതിയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് വിട്ടുകൊടുത്തു. എന്തിനാ, പുള്ളിക്കും പോകണ്ടേ, ഇത്ര നേരം കഷ്ടപ്പെട്ടിരുന്ന് സംസാരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പം സെൽഫി എന്ന് പറഞ്ഞാൽ പുറകെ നടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളങ്ങ് വിട്ടുകൊടുത്തു. പിന്നെ നമ്മളിങ്ങനെ കറങ്ങി അവിടുത്തെ ബാക്കി സ്ഥലങ്ങളൊക്കെ സ്റ്റോളുകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു അടിപൊളിയൊരു സ്പോട്ട് കണ്ടു.
അതായത് കുറേ ഫ്രെയിംസാണ്, ഫോട്ടോ ഫ്രെയിംസ് അവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഞങ്ങൾ ഈ ഫ്രെയിംസ് എന്തൊക്കെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിലൊന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഫ്രെയിം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വല്ലാത്തൊരു ഈസ്തറ്റിക് ഒരു ലുക്ക് ഉണ്ടായിരുന്നു. കുറേ ഫ്രെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഏരിയ മൊത്തം ഫുൾ ഫ്രെയിംസ് ആയിരുന്നു. പിന്നെ ഇന്നലെയാണ് ഞങ്ങൾ ഹോർത്തൂസിന് പോയത്. അതായത് ഹോർത്തൂസ് സൺഡേ ആണ് തീരുന്നത്. നമ്മൾ പോയത് സാറ്റർഡേ ആണ്. അപ്പോൾ ആ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും ചൂടില്ല, ഫുള്ള് തണലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ബോറടിക്കുകയോ ക്ഷീണം തോന്നുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് അതേ വേദിയിലേക്ക്, പാലൈ എന്ന് പറയുന്ന വേദിയിലേക്ക് പോയപ്പോൾ വീണ്ടും ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ജോസഫ് മൂവിയുടെ റൈറ്ററും ഡയറക്ടറും ആയിട്ടുള്ള സാറ്, എക്കോ മൂവിൻ്റെ സിനിമാറ്റോഗ്രാഫർ, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് വേദിയിലേക്ക് പോകാൻ തന്നെ മുല്ലൈ എന്ന് പറഞ്ഞ അടുത്ത വേദിയിലേക്ക് പോയി. വൈബുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പം അങ്ങനെ ഒരു വൈബിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാൻ സിനിമാ ചർച്ചകളല്ലാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. കാരണം 6 മാസം മുമ്പ് ഒരു കല്യാണം, എൻ്റെ കല്യാണത്തിലൂടെ ഉണ്ടായത്. നമ്മൾ ഈ ഒരു സെഷൻ ഫുൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് കട തപ്പി നടന്നപ്പം ഒന്നും കണ്ണിൽപ്പെട്ടില്ല. ചിക്കനാണ് കണ്ണിൽപ്പെട്ടത്. അങ്ങനെ അത് ഓർഡർ ചെയ്തു, ലൈമും കുടിച്ചു. പിന്നെ നമ്മൾ കണ്ടത് ബിരിയാണിയൊക്കെ കൊടുക്കുന്ന സ്റ്റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ വയർ ഫുള്ളായതുകൊണ്ട് നമ്മൾ ഇറങ്ങാനുള്ള തിരക്ക് പിടിക്കുകയായിരുന്നു. നമുക്ക് 6:15 മെമുവിനായിരുന്നു, കൊല്ലത്തേക്കുള്ള മെമു, അതിനായിരുന്നു നമ്മൾ പോവേണ്ടിയിരുന്നത്. പക്ഷേ അതിന് മുന്നേ ബ്രോഡ്വേയിൽ പോയിട്ട് നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ മനോരമയുടെ ഈ ഒരു ഹിസ്റ്ററി പറയുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി. അത് അടിപൊളിയായിരുന്നു. 1888 തൊട്ട് ഇന്ന് ഈ 2025 തീർന്ന് 2026 പ്രവേശിക്കുന്ന മനോരമയുടെ ഒരു വളർച്ച നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. പിന്നെ നമ്മൾ കയറണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോയത് ഹോർത്തൂസ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അവിടെ 1 hour ആയിരുന്നു ഡ്യൂറേഷൻ. നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 1 hour കഴിയുന്നവരെ അവിടെ പ്രോഗ്രാമാണ്. അത് കഴിയുമ്പോഴാണ് അടുത്ത ബാച്ച് ആൾക്കാരെ കയറ്റുള്ളൂ. പിന്നെ നമ്മൾ അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങി. പിന്നെ ഈ ഒരു വേദി ജസ്റ്റ് ഒന്ന് കണ്ടു. ഇവിടെ ഈ ഒരു വേദിയിലായിരുന്നു മഞ്ജു വാര്യരും കമൽഹാസനും ഒക്കെ വരാനിരുന്നത്. കുറിഞ്ചി എന്ന് പറയുന്ന വേദി കുറച്ച് മാറിയായിരുന്നു. പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് നേരെ ബ്രോഡ്വേയിലേക്ക് പോയി. കുന്നംകുളം മാർക്കറ്റായിരുന്നു. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത വൻ തിരക്ക്. കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത് നമുക്ക് മറ്റൊരു വ്ളോഗായിട്ട് ചെയ്യാം, എന്തൊക്കെയാണ് ഇവിടുന്ന് വാങ്ങിച്ചത് എന്നുള്ളത്. പിന്നെ നമ്മൾ 6:10 6:15 മെമു ആയതുകൊണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ബ്ലോക്കിൽ പെട്ട് നമുക്ക് മെമു മിസ്സായി. എന്നിട്ട് 8:10 നമ്മൾ ട്രെയിനിൽ കയറിയത്. 8:10 കൊല്ലം മെമു ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അവിടെ കിടക്കേണ്ടി വന്നേനെ. അങ്ങനെ ഞങ്ങൾ ആ മെമുവിൽ കയറി. ഒരു 11-11:30 ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് കൊല്ലത്തെത്തി. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ 12 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഈ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.